ഹലോ ഗായ്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഞാൻ ബിരിയാണി ഉണ്ടാക്കണേന്ന് കണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അടുത്തതായിട്ട് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് രസമാണ്. ഇത് ഒരു പ്രോപ്പർ രസം എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൂടെ കൂട്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രസം. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വന്നാലോ. So much motherfucking design on right now. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുക്കാം. വേറൊരു പാത്രത്തേക്ക് ചെറിയ ഉള്ളി ചതച്ചെടുക്കലാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറുള്ളി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വെല്ലുള്ളിയാണ് ഇടുന്നത്. ഇവിടെ ഞാൻ സൂപ്പർ മാർക്കറ്റിലൊന്നും ചെറുള്ളി കണ്ടിട്ടില്ല ഗൈസ്. നമുക്ക് വെല്ലുള്ളി വെച്ചിട്ട് ടേസ്റ്റ് ചെയ്യാം. ഇതും അതേപോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കാം. ഉള്ളി അരച്ചിട്ടുണ്ട്. ഇതും നമുക്ക് ആ വെളുത്തുള്ളിയുടെ പച്ചപ്പിക്കാൻ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളി അരച്ചത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കുരുമുളക് പൊടിച്ചത്, മല്ലിയില അരിഞ്ഞത്, പിന്നെ വേണ്ടതാണ് തക്കാളി. ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ പുളി വെള്ളത്തിൽ കുതിർത്തത്, പിഴിഞ്ഞെടുത്തത്. ഇതൊക്കെയാണ് നമുക്കിനി മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കലിലേക്ക് ഇറങ്ങാലോ. അപ്പം അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ വെളിച്ചെണ്ണയാണ്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അടുത്തിട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലേക്ക് കടുകും ഉലുവയാണ് ഇടേണ്ടത്. എൻ്റെ കയ്യിൽ കടുകില്ലാത്തതുകൊണ്ട് ഞാൻ ഉലുവ മാത്രം ഇടുന്നു. ഇനി ഈ ഉലുവ ഒന്ന് പോട്ടട്ടെ, അതായത് ഒന്ന് മൂക്കട്ടെ വെളിച്ചെണ്ണയിൽ കളഞ്ഞിട്ട്. അപ്പോൾ ഉലുവ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇടേണ്ടത് ഉണക്കമുളകാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഉണക്കമുളകൊന്നും ഇവിടെ ഇല്ല. ഞാനതുകൊണ്ട് ഇവിടെ കിട്ടണ ചെറിയൊരു രീതിയിലുള്ള ഉണക്കമുളക്, പക്ഷെ അതിന് നല്ല എരി കേട്ടോ. അതിട്ടിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് മൂക്കട്ടെ. തീ ഒന്ന് കുറച്ചേക്കാട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചില്ലേ വെളുത്തുള്ളി, ഉള്ളി, അതിടാം. ഇനി നമുക്കിത് നന്നായിട്ട് കഴിക്കാം. ഈ വെളുത്തുള്ളിയും അതുപോലെ ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കളറാവണ വരെ വഴറ്റുന്നു. ഒന്നും കൂടി ആവാണ്ട് ഒരു കുറച്ചും കൂടി ഒന്ന് കളർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വെച്ചാൽ ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. പൊടികളായിട്ട് നമുക്ക് ആദ്യം കുറച്ച് മല്ലിപ്പൊടി, തീ നല്ലോണം കുറച്ച് വയ്ക്കണം, ഇല്ലെങ്കിൽ പൊടികൾ വരുന്നു. കുറച്ച് മുളക് പൊടി, കുറച്ച് മതി. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കുരുമുളക്. ഇത്ര ഇട്ടിട്ട് പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം.
പൊടികളുടെ പച്ചമണം നല്ല മാറണേ. പൊടികളായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. ഈ സമയത്ത് ശരിക്കും നമ്മൾ കറിവേപ്പില കൂടെ ചേർക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ കറിവേപ്പിലില്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഇനി വേണ്ടത് നമ്മൾ നേരത്തെ പുളി കുതിർത്ത് പിഴിഞ്ഞ് വെച്ചില്ലേ, ആ ഒരു ഇനി ഇതിക്ക് വേണ്ടത് ആവശ്യത്തിന് വെള്ളമാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കായപ്പൊടി. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിക്കാം. അതിന് മുന്നേ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാമേ. ഉപ്പ് ഓരോരുത്തരുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം, ടേസ്റ്റിനനുസരിച്ചിട്ട്. ഉണ്ടോ, ഇപ്പം തല വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനിയൊരു 5 മിനിറ്റും കൂടെ അന്ന് തിളപ്പിച്ചെടുക്കാം. അത് ഞാനൊരു 5 മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മെയിനായിട്ടുള്ള സാധനം ചേർക്കാം, മല്ലിയില. ഈ രസത്തിന് ഈ മല്ലിയില നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ. അപ്പോൾ എന്ത് സ്കിപ്പ് ചെയ്താലും ഞാൻ ഇത് സ്കിപ്പ് ചെയ്യാറില്ല. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മല്ലിയില ഇട്ടപ്പോൾ തന്നെ രസത്തിൻ്റെ മണം മാറി ഗൈസ്. ഇനി അതിക്ക് ചേർക്കുന്നത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, വേണമെങ്കിൽ ചേർക്കണ്ട. ശരിക്കും ചേർക്കേണ്ടത്, അതായത് എനിക്ക് രസത്തിലില്ലേ ഒരു ചെറിയൊരു മധുരം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ശരിക്കും ചേർക്കേണ്ടത് ഒരു പൊട്ടൻ ശർക്കരയാണ്. പക്ഷേ എനിക്കിവിടെ ശർക്കര കിട്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ബ്രൗൺ ഷുഗർ ചേർക്കുകയാണ്. കുറച്ച് ഒരു ചെറിയൊരു മധുരത്തിൽ. ഇനി ഇത് നന്നായി ഇളക്കിയിട്ട് നമുക്ക് തീ ഓഫാക്കാം. ഇതാണ് അപ്പോൾ എൻ്റെ രസം. ഇത് കായിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിൻ്റെ ഒന്ന് തണുത്തതിന് ശേഷം ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കും. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ. ഇത് ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പെർഫെക്റ്റ് രസമൊന്നുമല്ല. എനിക്ക് ഇവിടെ കിട്ടണ സാധനങ്ങളൊക്കെ വെച്ചിട്ട് തട്ടിക്കൂട്ടിയ ഒരു രസം. ഇതെനിക്കിഷ്ടമാണ്. ഈ രീതിയിൽ ഞാൻ രസം ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാവാറുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളും ഉണ്ടാക്കി നോക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അതിലേക്കും ബൈ.